വിവാഹം എല്ലാവർക്കും മാന്യമായ സ്വീകാര്യമായ ദൈവകൽപ്പിതമായ ഒരു ജീവിത ക്രമമാകുന്നു. അതുകൊണ്ട് അയോഗ്യമായും അശുദ്ധമായവരാരും ഒരു നാൾ പ്രവേശിക്കുവാൻ പാടില്ലാത്തതാകുന്നുവെന്നും വിശുദ്ധ ബൈബിൾ നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ സഭയോട് ചോദിക്കുന്നു, ഇവിടെ പേർ പറയപ്പെട്ട ഈ യുവാവിനെ യുവതിയും തമ്മിൽ വിവാഹത്തിൽ നിന്ന് യോജിപ്പിക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നാം പാർക്കുന്ന രാജ്യ നിയമങ്ങൾ അനുസരിച്ചോ ദൈവത്തിന വിശുദ്ധ പ്രമാണങ്ങൾ അനുസരിച്ചോ അയോഗ്യമായ നടപടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോധ്യമുള്ള പക്ഷം അതിപ്പോഴെങ്കിലും നിങ്ങൾ ചുമതലക്കാരെ വ്യക്തിപരമായിട്ട് അറിയിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഇവരുടെ വിവാഹം എന്ന വിഷയത്തിൽ ഇന്നെന്ന പോലെ നിങ്ങൾ എന്നും മൗനമായിരുന്ന ഇവരുടെ ദാമ്പത്യത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ മൗന വിവാഹം ശോഷിച്ച് അനുവാദമെന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. ശിശുവിനെ കൊടുക്കുവാൻ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവമുണ്ടാകെ ശിരസ് നനച്ച് കണ്ണുകളും മൂടി ഒരു നിമിഷം സ്വയശേഖരയ്ക്കായി പ്രാർത്ഥനയ്ക്കായിട്ട് നിർബന്ധമായി തയ്യാറാകുന്ന മക്കളെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരികയാണല്ലോ. കർത്താവെ, എനിക്ക് അങ്ങയുടെ സഹായം ആവശ്യമാണ്. എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ മേൽ തൃക്കൈ വയ്ക്കണമേ എന്ന ആവശ്യബോധത്തോടെ ഉള്ളിരുക്കത്തോടെ നിങ്ങൾ മൗനമായി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേൽപ്പിച്ചാൽ പ്രിയ പിതാവേ, അങ്ങേക്ക് വളരെ സ്നേഹമുള്ള ഈ മക്കൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ എല്ലാ കരുതലുകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ദൈവം കഴിച്ച അപേക്ഷ അങ്ങ് കൈക്കൊള്ളണമേ. അവരുടെ മേലെ യേശുവിൻ്റെ ആണിപ്പെടുത്തേക്കാതെ വ്യക്തിപരമായി വെച്ച് അവരെ ബലപ്പെടുത്തുവാനായി ഞങ്ങൾ ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ കൽപ്പിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ ഞങ്ങളെ കേൾക്കണമേ. പ്രിയ ജോബിനോട് ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് ഏറ്റവും സമയം നിൽക്കുന്ന AS ജിജി എന്ന ഈ യുവതി ഇന്നു മുതൽ നിന്റെ ഭാര്യയായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ വചനപ്രകാരം ഇവളോടുകൂടെ ചേർന്ന് പാർക്കുവാൻ നീ ഇഷ്ടപ്പെടുന്നുവോ? പ്രവേശിച്ചല്ലോ. നിങ്ങളുടെ ഇരുവിടെയും ജീവകാലമൊക്കെയും ലോകത്തിൽ മറ്റെല്ലാവരൊക്കെ അനുഭവിക്കുമ്പോൾ മാത്രം സ്നേഹിച്ച് മാനിച്ച് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിൻ്റെ മറ്റെല്ലാ പന്താവുകളിലും മരണത്താൽ നിങ്ങൾ തമ്മിൽ വേർപിരിയുമ്പോൾ ഇവരോട് മാത്രം ചേർത്തിരുന്ന് ഇവൾക്ക് ഉത്തമനായ ഒരു ഭർത്താവായിരിക്കാൻ ദൈവമുമ്പാകെ ദൈവസഭയുടെ മധ്യം നിന്ന് തീരുമാനമെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ തീരുമാനത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ജിജിയോട് ഞാൻ ചോദിക്കാമെന്ന് ഏറ്റവും സമയം നിൽക്കുന്ന CS ജോബിൻ സാം എന്ന ഈ യുവാവിനെ ഇന്നു മുതൽ നിന്റെ ഭർത്താവായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ വചനപ്രകാരം ഇവരോടുകൂടെ ചേർന്ന് പാർക്കുവാൻ നീ ഇഷ്ടപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഇരുവിടെ ജീവകാലമൊക്കെയും ലോകത്തിൽ മറ്റ് എല്ലാവരൊക്കെ ഉപരി ഇവനെ മാത്രം സ്നേഹിച്ച് അനുസരിച്ച് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിൻ്റെ മറ്റെല്ലാ പരിവർത്തന വേളകളിലും മരണത്താൽ നിങ്ങൾ തമ്മിൽ വേർപിരിയുമ്പോൾ ഇവനോട് മാത്രം ചേർന്ന് ഇവന് ഉത്തമയായ ഒരു ഭാര്യയായിരിക്കുക ദൈവമുമ്പാകെ ദൈവജനത്തിൻ്റെ മധ്യം നിന്ന് തീരുമാനമെടുക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഈ തീരുമാനത്തെ കർത്താവ് ആദരിക്കുമാറാകട്ടെ. പ്രിയ ജോബിനും അതുപോലെ ജിജിയും ദൈവമുമ്പാകെ വിവാഹ തീരുമാനം പരസ്യമായി ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. ഇത് തുടർന്ന് അവർ പരസ്പരം വലകരങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഉഭയസമ്മത വചനം ഏറ്റുപറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ നിമിഷങ്ങളാണ്. ഈ ശുശ്രൂഷയെ ബഹുമാനിച്ചുകൊണ്ട് സ്റ്റേജിലുള്ള പാസ്റ്റർമാർ ദയവായിട്ട് എഴുന്നേൽക്കാമോ? പ്ലീസ് സ്റ്റാൻഡ് അപ്പ് വിത്ത് മീ. ഒപ്പം അവരുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കൾ ദയവായി മാതാപിതാക്കൾ സിബിലിക്സ്. ഇപ്പോൾ വധുവിൻ്റെ പിതാവ് മുമ്പോട്ട് വന്ന ഈ യുവതിയെ ഈ യുവാവിന് ഏൽപ്പിച്ച് കൊടുക്കുന്നതുമാണ്. ഇന്ന് ഈ മംഗളമെന്ന പാട്ട്
ആദിയിൽ ഏദനിൽ ആദാമിനെ ഹവ്വയെ യോജിപ്പിച്ച പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുമാറാകട്ടെ. ജോർജ് കൃപയിൽ ആശ്രയിച്ച് ആത്മനിയോഗതനായി ഉപരിതലത്തിലെ വചനം ജിജിയുടെ മുഖത്ത് നോക്കി ഏറ്റവും CS ജോബിൻ സാം ആകുന്ന ഞാൻ, AS ജിജി ആകുന്ന നിന്നെ ഇന്നു മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ വചനപ്രകാരം നിന്നോടുകൂടെ ചേർന്ന് പാർത്തുകൊള്ളാമെന്നും നമ്മുടെ ഇരുവരുടെയും ജീവകാലമൊക്കെ ലോകത്തിൽ മറ്റെല്ലാവരെക്കാളുപരി നിന്നെ മാത്രം സ്നേഹിച്ച് മാനിച്ച് സംരക്ഷിച്ച് ആശ്വസിപ്പിച്ച് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും മരണം നമ്മെ തമ്മിൽ വേർപിരിക്കും വരെ നിന്നോട് മാത്രം ചേർന്നിരുന്ന് നിനക്ക് ഉത്തമനായ ഒരു വിശ്വസ്ത ഭർത്താവിന്റെ കടപ്പാടുകൾ നിർവഹിച്ചു കൊള്ളാമെന്നും കർത്താവിനെയും തിരുസഭയെയും സാക്ഷിയാക്കി നിന്നോട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉറപ്പായി വാഗ്ദത്തം ചെയ്തുകൊള്ളുന്നു. കർത്താവും തിരുസഭയും ഇതിന് സാക്ഷികൾ. ആശ്രയിച്ച് ആത്മനിയോഗതയായി വൈസവത്തിന്റെ വചനം ജോബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. AS ജിജി ആകുന്ന ഞാൻ, CS ജോബിൻ സാം ആകുന്ന അങ്ങയെ ഇന്നു മുതൽ എൻ്റെ ഭർത്താവായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ വചനപ്രകാരം അങ്ങയോടുകൂടെ ചേർന്ന് പാർത്തുകൊള്ളാമെന്ന് നമ്മുടെ ഇരുവരുടെയും ജീവകാലമൊക്കെ ലോകത്തിൽ മറ്റെല്ലാവരെക്കാളുപരി അങ്ങേ മാത്രം സ്നേഹിച്ച് ബഹുമാനിച്ച് അനുസരിച്ച് ശുശ്രൂഷിച്ച് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിന്റെ മറ്റെല്ലാ ഘട്ടങ്ങളിലും മരണത്താൽ നാം തമ്മിൽ വേർപിരിയും വരെ അങ്ങയോട് മാത്രം ചേർന്നിരുന്നു അങ്ങേക്ക് ഉത്തമയായ ഒരു വിശ്വസ്ത ഭാര്യയുടെ കടപ്പാടുകൾ നിർവഹിച്ചു കൊള്ളാമെന്നും കർത്താവിനെയും തിരുസഭയെയും സാക്ഷിയാക്കി അങ്ങയോട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉറപ്പായി വാഗ്ദത്തം ചെയ്തുകൊള്ളുന്നു. കർത്താവും തിരുസഭയും ഇതിന് സാക്ഷികൾ.
സ്വർഗ്ഗപിതാവേ, ഞങ്ങളെല്ലാവരും തിരുമേനിക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മധ്യ അങ്ങ് ഇറങ്ങി വന്ന ഈ കുഞ്ഞുങ്ങളെ ഒന്നിപ്പിക്കുവാൻ അങ്ങേക്ക് പ്രസാദമായതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഇന്ന് കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് വിശേഷ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അവരെ അങ്ങ് ഒന്നിപ്പിച്ചു. അവർക്ക് മുൻകാലങ്ങളിൽ നൽകിയ എല്ലാ നന്മകൾക്കായി, യേശുവുമായി അവർക്കുണ്ടായ വ്യക്തിഗതമായ ബന്ധത്തിനായി, രക്ഷയുടെ ബന്ധം, വിശ്വാസ സ്നാപന സ്വീകരണം, പരിശുദ്ധാത്മ നിറവ്, പെന്തക്കോസ്ത് അനുഭവത്തിന്റെ ആരാധന, വേർപാട്, വിശുദ്ധി, വചനത്തിന്റെ ഗ്രാഹ്യം എല്ലാത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോട് വാഴ്ത്തുന്നു. അവർക്കായി പ്രാർത്ഥിച്ച സ്നേഹമുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്കായി, കണ്ണീരിനായിട്ട് സ്തോത്രം. അവർക്ക് പിന്തുണ കൊടുത്ത ദൈവസഭയ്ക്കായി, അവരെ വചനം പഠിപ്പിച്ച അധ്യാപകര്, കർത്താവ് അവർക്കൊപ്പം നിന്ന കർത്താവിന്റെ ദാസന്മാർ, പ്രാർത്ഥനാ മറുപടിയുടെ ഭാഗമായി ഇപ്പോൾ തിരുമുമ്പാകെ നിൽക്കുന്ന, ഹസ്തദാനം ചെയ്ത് നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ കർത്താവിന് കൊണ്ടുവന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ സൗഖ്യങ്ങൾ നൽകി, അനവാന സമൃദ്ധികൾ നൽകി, അവരെ ദൈവം അയക്കുന്നിടത്ത് ആക്കുന്ന മണ്ഡലത്തിൽ ഒന്നിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ലോകത്തിന്മേൽ, ജനത്തിന്മേൽ, പിശാചിന്മേൽ ജയമെടുത്ത് ആത്മാവിൽ പോരാട്ടവേദിയുള്ളവരായി ദൈവസഭകൾക്ക്, ദേശങ്ങൾക്ക്, പാർക്കുന്ന മണ്ഡലത്തിന്, ഒരുപാട് കുടുംബങ്ങൾക്ക് മാതൃകയായി, കനത്തെ ആത്മീയ വെല്ലുവിളിയായി അവർ തീരേണ്ടതിനായി, കർത്താവേ, അവർ പ്രാർത്ഥിച്ച് ഏർപ്പെടുക്കേണ്ടതിനായി, മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ടതിനായി, ദൈവദാസന്മാർക്ക് പിന്തുണ കൊടുക്കേണ്ടതിനായി, ദൈവം അയക്കുന്നിടത്തെല്ലാം ദൈവത്തിന്റെ പദ്ധതികളെ അറിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമായി ഇവർ മാറേണ്ടതിനായി ഞങ്ങൾ ഇപ്പോൾ ഇവരെ തിരുനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തൃക്കൈയാകവരെ ഒന്നിപ്പിച്ച് വചനത്താൽ ഈ ബാന്ധവത്തെ ഉറപ്പിച്ച് ആത്മാവിനാൽ മുദ്ര വെച്ചിരിക്കുക നന്ദിയോട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണം.